നമ്മളെടുത്തിപ്പോൾ ഒരു ഫോൺ ഉണ്ടെങ്കിൽ എന്തായാലും അതിൽ നമ്മൾ ഫോൺ ചെയ്യും, കോൾ ചെയ്യും ആൾക്കാർക്ക്. ഈ കോൾ ചെയ്യുന്നേരം അതിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഫീച്ചറുകളുണ്ട്. അധിക ഫീച്ചറുകളും അറിയാത്ത കൊണ്ട് ആൾക്കാർ ഉപയോഗിക്കുന്നില്ല. പുതിയ ഫീച്ചർ എന്നല്ല, പഴയ ഫീച്ചർ തന്നെ, മുമ്പ് തൊട്ടേയുള്ള ഒരുപാട് ഉപകാരമുള്ള ഫീച്ചറുകളുണ്ട്. അതൊന്നും ആൾക്കാർ ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ട്? അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട്. നമ്മൾ ഈ കോൾ ആപ്പിനെ പറ്റി അല്ലെങ്കിൽ ഡെയിലറിനെ പറ്റിയൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിരിക്കും. ഇന്ന് നമുക്ക് അധികാരം ഉപയോഗിക്കാത്ത അങ്ങനത്തെ കുറച്ച് ഫീച്ചറുകൾ പരിചയപ്പെടാം. ചിലത് പുതിയതാണ്, ചിലത് പഴയതാണ്. നമുക്ക് ആദ്യം നമ്മളെ കോൾ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഒന്നാമത്തെ സെറ്റിങ്സ് നമ്മൾ നോക്കുന്നത് കീപാഡിൽ 9 നമ്പറുകളിലുള്ള 1 to 0. ഇതിൽ ഓരോ നമ്പറിലും നമുക്ക് ഓരോ കോണ്ടാക്റ്റ് സ്പീഡ് ഡയലായിട്ട് സെറ്റ് ചെയ്യാം. ഇതൊക്കെ പണ്ടേയുള്ള മറ്റേ നമ്മൾ ഞെക്കുന്ന ഫോണില്ലേ അതിലടക്കമുള്ള ഫീച്ചറാണ്. പക്ഷേ ഇതിലെങ്ങനെ സ്മാർട്ട് ഫോണിൽ എങ്ങനെ സെറ്റ് ചെയ്യാത്തതെന്ന് അറിയാത്തത് കൊണ്ട് ആൾക്കാർ ഉപയോഗിക്കുന്നില്ല. ഇതെപ്പോൾ കൂടുതൽ ഉപയോഗം വരിക എന്ന് വെച്ചാൽ, നമ്മളിപ്പം ഫോൺ വീട്ടിൽ വെച്ച് പോകുന്നു, വീട്ടിൽ ചിലപ്പം കുറച്ച് പ്രായമുള്ള ആളൊക്കെ ആയിരിക്കും ഉണ്ടാകുക. അവർക്ക് ഈ കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് പേരൊക്കെ തിരഞ്ഞെടുത്ത് കോൾ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് കാണിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു കൊടുത്താൽ അവർക്ക് എളുപ്പം കോൾ ചെയ്യാനൊക്കെ പറ്റും. ഇതെങ്ങനെ സെറ്റ് ചെയ്യേണ്ടേ? ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സെറ്റിങ്സിലും അവിടെ ഇവിടെ ഒന്നും പോകണ്ട. ഏത് നമ്പറാണോ ആ നമ്പറിലൊന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുന്ന നേരം ഏത് കോണ്ടാക്റ്റ് ആണോ അവിടെ ആഡ് ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷൻ വരും. അതിൽ അസൈനുള്ള ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ഏതൊരു നമ്പറും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനൊരു നമ്പർ അവിടെ സെലക്ട് ചെയ്ത്, ഇനി നമ്മൾ പെട്ടെന്നൊരു കോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? ആ നമ്പറിലൊന്ന് ലോങ് പ്രസ് ചെയ്താൽ നമ്മൾ ഏത് കോണ്ടാക്റ്റ് ആണോ സെലക്ട് ചെയ്ത് ആ കോണ്ടാക്റ്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കോൾ പോയിക്കോളും. അടിപൊളി സെറ്റിങ്സ് ആണ്. ഇനി രണ്ടാമത്, നമ്മളിപ്പം ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വാട്സപ്പിൽ ആരെങ്കിലും ചാറ്റ് ചെയ്യിക്കും, അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുകയും അങ്ങനെയുള്ള സമയത്ത് കോൾ വന്നാൽ നമ്മളെ കാണുന്നത് അവിടെ സ്റ്റോപ്പ് ആവും, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്ന സ്ക്രീൻ സ്റ്റോപ്പ് ആവും, നമ്മളെ കോളിംഗ് സ്ക്രീനിലേക്ക് പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ചാറ്റ് ചെയ്യുന്ന, ഇപ്പം വാട്സപ്പ് ചാറ്റ് ചെയ്യാണ്ട് ചാറ്റ് ചെയ്യുന്ന അവിടെ നിന്ന് തന്നെ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാം. പക്ഷേ നമ്മൾ സ്ക്രീന് ക്ലോസ് ആകില്ല. അതിനൊരു സെറ്റിങ്സ് ഉണ്ട്. ഒരു പോപ്പപ്പിൽ ചെറിയൊരു വിൻഡോയിൽ നമുക്ക് കോളിൻ്റെ ഡീറ്റെയിലും അറിയാം. അതിനെന്താ ചെയ്യേണ്ടത്? ഇവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ കോൾ ഡിസ്പ്ലേ വെയിൽ യൂസിങ് ആപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ടാവും. ഇത് സാംസങ്ങിൻ്റെ ഫോണിലാട്ടോ കാണിക്കുന്നത്. മറ്റ് ഫോണുകളിൽ എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. എല്ലാ ഫോണിലും നമുക്ക് ചെക്ക് ചെയ്യാനാകില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റ് മോഡലുകളിൽ ഈ ഓപ്ഷൻ ഉണ്ടോയെന്നും ചെക്ക് ചെയ്യാം. ഇവിടെ ഫുൾ സ്ക്രീൻ മോഡുണ്ട്, പോപ്പപ്പ് ഉണ്ട്, മിനി പോപ്പപ്പ് ഉണ്ട്. ഇത് മിനി പോപ്പപ്പിലേക്ക് മാറ്റി കൊടുക്കുക. പോപ്പപ്പ് ആകുന്ന നേരം കുറച്ച് വലിയ പോപ്പപ്പ് ആയിരിക്കും. മിനി പോപ്പപ്പ് ആകുന്ന നേരം ചെറിയൊരു വിൻഡോയിൽ നമുക്ക് കോളിങ്ങിൻ്റെ ഓപ്ഷൻ കാണാം. ഇതിവിടെ സെലക്ട് ചെയ്തതിന് ശേഷം കീപ്പ് കോൾസ് ഇൻ പോപ്പപ്പ് എന്നുള്ള അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ കോള് കണക്ട് ചെയ്ത് കഴിഞ്ഞാലും അതേ വിൻഡോയിൽ നമുക്ക് അതേ പോപ്പപ്പിൽ നമുക്ക് കോള് തുടരാം. അതെങ്ങനെ വരികയെന്നൊന്ന് കാണിച്ചു തരാം. ഞാൻ ഇപ്പം വാട്സപ്പ് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അന്നേരം എനിക്കൊരു കോള് വരുന്നത്. എങ്ങനെ അത് വരിക? കണ്ടോ? ഇതുപോലെ ചെറിയൊരു വിൻഡോയിൽ ആ കോൾ ഇവിടെ വരും. ഇനി നമുക്ക് ഇവിടുന്ന് തന്നെ ഇത് അറ്റൻഡ് ചെയ്താലും ലൗഡ് സ്പീക്കർ ഇട്ടിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എയർഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇയർഫോൺ യൂസ് ചെയ്ത് ഉപയോഗിക്കുക. നമുക്ക് കോളിൻ്റെ സ്ക്രീനിലേക്ക് പോകേണ്ട, ഒരു പോപ്പപ്പിലായിട്ട് തന്നെ കോള് ചെയ്ത് തീർക്കുകയും ചെയ്യാം. നമ്മളെ ഈ വിൻഡോ ചാറ്റ് ചെയ്യുന്ന വിൻഡോ അവിടെ ക്ലോസ് ആകുകയില്ല. അവിടെ നമുക്ക് ചാറ്റിങ് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യാം. അടിപൊളി സെറ്റിങ്സ് അല്ലേ? ഇനി അടുത്തത്, ഇപ്പോൾ ഉള്ളൊരു പ്രധാന പ്രശ്നമാണ് അറിയാത്ത നമ്പറിൽ നിന്ന് ഒരുപാട് കോളുകൾ വരിക. ഈ പ്രൊമോഷൻ കോളുകൾ, കമ്പനി കോളുകൾ, അങ്ങനെ പല കോളുകളും സ്പാം കോളുകളൊക്കെ വരും. ഇത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാകില്ല. നമ്മൾ സാധാരണ നമ്പർ പോലത്തെ നമ്പറിൽ നിന്നാണ് കോൾ വരിക. എടുക്കുന്ന നേരം പാട്ട് കേൾപ്പിക്കുക, മെസ്സേജ് പരസ്യം ചെയ്ത് തരിക, ഇതൊക്കെയായിരിക്കും സംഭവങ്ങൾ. അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു സെറ്റിങ്സ് ഇതിൽ ചെയ്യുക. അതിനെന്താ ചെയ്യേണ്ടത്? കോൾ ആപ്പ് എടുത്തിട്ട് 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാളർ ID ആൻഡ് സ്പാം പ്രൊട്ടക്ഷൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഓണാക്കി കൊടുക്കുക. അത് ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ കമ്പനി കോളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇത് കാണിക്കുക നമ്മൾ നോക്കുക. ഇതുപോലെ ഒരു അലർട്ടായിട്ടാണ് നമുക്ക് ഈ കോൾ വരിക. സസ്പെക്റ്റഡ് സ്പാം എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിലും ഉണ്ടാവും, ഒരു അലർട്ടിൻ്റെ ചിഹ്നം ഉണ്ടാവും. ഇങ്ങനെ നേരം നമുക്ക് ആ കോള് നമ്മൾ എടുക്കേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് തിരിച്ചറിയാനും കഴിയും. എങ്ങനെയുണ്ട്? അതും നല്ലൊരു പരിപാടിയല്ലേ? ഇനി നാലാമത് നമ്മൾ നോക്കുന്ന സെറ്റിങ്സ്, അതും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സെറ്റിങ്സ് ആണ്. നമുക്ക് നമ്മളെ കോളുകൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ സെറ്റ് ചെയ്യാനാവും. അതിന് പ്രത്യേകിച്ച് പുറത്തുനിന്ന് ആപ്ലിക്കേഷൻ ഒന്നും നമ്മൾ എടുക്കേണ്ട, ഇതിൻ്റെ സെറ്റിങ്സ് തന്നെ ഉണ്ട്. അത് നിങ്ങൾ സെറ്റിങ്സ് എടുക്കുക,
സെറ്റിങ്സ് എടുത്തിട്ട് കോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണാം, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഏത് സിമ്മിലാണോ വേണ്ടത് ആ സിം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്താൽ ഇവിടെ ഒരു പ്ലസ് ഐക്കണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ഗാലറിയിലുള്ള വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ നമുക്ക് സെറ്റ് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് നമ്മളെ ഗാലറിയിലേക്ക് പോകും. ഗാലറിയിൽ നിന്ന് ആവശ്യമുള്ള സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കോള് വിളിക്കുന്ന നേരം ഇതുപോലെ ഞാനിപ്പോൾ എൻ്റെ ഫാമിലി ഫോട്ടോ ഇവിടെ സെറ്റ് ചെയ്ത്, അപ്പോൾ എനിക്ക് കോൾ വരുന്നേരം അല്ല ഞാൻ കോൾ ചെയ്യുന്നേരമൊക്കെ ഈ ഫോട്ടോ ഇതിൽ ഡിസ്പ്ലേയിൽ വന്നോളും. അതും അടിപൊളിയല്ലേ. നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയ ഈ 4 കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുമ്പ് അറിയാവുന്നത്, നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ കമൻറ്റ് ചെയ്യുക. അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ വീണ്ടും അറിയാത്ത ആൾക്കാർ നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ ഉണ്ടാവും, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുക്കുക, നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.